എൻ്റെ ഒരു അഭിപ്രായത്തില് ഏറ്റവും കൂടുതൽ ചീത്തയും തെറിയും രാക്കും എല്ലാം കേൾക്കുന്ന ഒരു ഡ്രൈവർ വിഭാഗം എന്നുള്ളത് ബസ് ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ആയിരിക്കുള്ളൂ. അതിന് പ്രധാന കാരണം അവരുടെ അമിത വേഗത തന്നെയാണ്. ഇത്രയും വലിയൊരു വാഹനം വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അതും നല്ല സ്പീഡിലാണെങ്കിലോ ഉറപ്പായിട്ട് നമ്മൾ പേടിച്ച് മാറിപ്പോകുന്നതാണ്. പലപ്പോഴും ഞാൻ എൻ്റെ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ, ഫാമിലിയുടെ അടുത്ത് സഞ്ചരിക്കുമ്പോൾ എനിക്ക് അവരുടെ വരവ് കാണുമ്പോൾ തന്നെ പേടിയാവും. അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി സൈഡിലേക്ക് ഒതുങ്ങി ചിലപ്പോൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടാണ് ബസ്സുകാരെ നമ്മൾ കടത്തിവിടാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയ വാഹനം നമ്മുടെ മേത്ത് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഘാതം നമുക്ക് താങ്ങാനാവില്ല. കൂടുതൽ നഷ്ടം എന്തായാലും ചെറിയ വാഹനത്തിന് തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ തന്നെ പല സമയത്തും നമുക്ക് ദേഷ്യം, എനിക്ക് ദേഷ്യം തോന്നാറുണ്ട് ബസ്സുകാരോടും ഒക്കെ ദേഷ്യം തോന്നാറുണ്ട്. പക്ഷെ ഞാൻ വല്ലാണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് പഠിച്ചു വരുമ്പോൾ ശരിക്കും ആരാണ് ഇവിടെ തെറ്റുകാര്, ആരാണ്? ബസ്സുകാരാണോ തെറ്റുകാര്, അല്ലെങ്കിൽ നമ്മളാണോ തെറ്റുകാര്? ആരാണ് ഇതിൽ തെറ്റുകാര് എന്ന് പറയുന്നത്? അപ്പോ ഈ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബസ് ഓടിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർക്കും ജീവനുണ്ട്, അവർക്ക് അവരുടെ ജീവനും വിലയുണ്ട്, അല്ലെങ്കിൽ അവരുടെ സമയത്തിനും വിലയുണ്ട്. അവരുടെ കുടുംബത്തും അവരെ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അച്ഛൻ, അമ്മ, മക്കൾ, ഭാര്യ എല്ലാം അടങ്ങുന്ന ഒരു കുടുംബം തന്നെ ആയിരിക്കുള്ളൂ. ഇപ്പോ ശരാശരി ഇപ്പോ ഒരു ബസ് ഓടിക്കുന്ന ഡ്രൈവറുടെ ശമ്പളം എന്ന് പറയുന്നത് 1000 മുതൽ 1500, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1700, അങ്ങനെയാണ് ഡെയിലി ശമ്പളം എന്ന് പറയുന്നത്. 1000, 1200 നമുക്ക് കണക്കാക്കാം. ഇത് ശമ്പളത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത്രയും വലിയ വാഹനം ഇത്രയും ആൾക്കാരെയും കൊണ്ട് ജോലി ചെയ്യുന്നത്. അതും അമിത വേഗത്തിലാണ് ഒരുവിധം എല്ലാ ബസ്സുകളും ഓടിക്കുന്നത് തന്നെ. ഇത് കേരളത്തിലെ പൊതുവായിട്ടുള്ള ഒരു അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പിന്നെ പ്രൈവറ്റ് ബസ്സുകാർ മാത്രമല്ല, KSRTC ബസ്സും അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അമിത വേഗത്തിലാണ്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും കുറ്റക്കാരായി നിൽക്കുന്നത് പ്രൈവറ്റ് ബസ് ആയിരിക്കുള്ളൂ, കൂടുതലും ലിമിറ്റഡ് ബസ്സുകളായിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലത്തെ, അതായത് കൊടുങ്ങല്ലൂര് തൃശ്ശൂർ റൂട്ടിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് ഇരിഞ്ഞാലക്കുടയാണ്. അതിന്റെ പേരിൽ തന്നെ എനിക്ക് കൂടുതൽ അറിയാവുന്ന ഒരു റൂട്ട് ഇതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ എന്നും ബസ്സുകാരൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നത് ഈ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ തന്നെയാണ്. ഈ ബസ്സുകാരുടെ ജീവന് വിലയുണ്ട്, അവരുടെ കുടുംബത്തിലെ ആൾക്കാർക്കും ഇവരെ വേണം, അതൊക്കെ ശരിയാണ്. എന്നിട്ട് ഇവർ എന്തുകൊണ്ടാണ് ഈ അമിത വേഗതയിൽ നമ്മൾ ഇടിച്ച് കൊല്ലാവുന്ന രീതിയിൽ ഇവർ പോകുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കി എനിക്ക് അതിന് ഉത്തരം കിട്ടി. വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് പഠിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇവര് രാവിലെ ഇറങ്ങുന്നു, രാത്രി വരെ കിടന്ന് ഓടുന്നു. ഓക്കെ, എല്ലാവർക്കും അറിയാലോ. ഇതിനിടയിൽ പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ കളക്ഷനിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മുതലാളി ഇവർ ചീത്ത പറയും. കളക്ഷൻ കുറയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ കളക്ഷനിൽ ഓടിയെത്താൻ വേണ്ടിയിട്ട് ഇവര് പരമാവധി വേഗത്തിൽ ഓടിയെത്തും. ഇവർക്ക് നമ്മുടെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഒരു ടൈമുണ്ട്. അതായത് ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് ഇത്ര സമയം കൊണ്ട് ഓടിയെത്തണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബസ് പിന്നാലെ വരും. അപ്പോൾ ആ ബസ്സുകാരെ എത്രയും മുന്നേ ഒരു സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാരെടുത്തിട്ട് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകണം. അങ്ങനെ ഇങ്ങനെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇവര് ബസ് സ്റ്റാൻഡിൽ എത്തണം, തിരിച്ച് അടുത്ത റൂട്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ഒരു 5 തൊട്ട് ഒരു 6 വരെ ട്രിപ്പ് ഏകദേശം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഒരു ബസ്സിന് ഉണ്ടാവും. ഒരു ലിമിറ്റഡ് ബസ് അല്ലെങ്കിൽ ഓർഡിനറി ബസ്സിന് ഉണ്ടായിരിക്കും. 5 മുതൽ 6 വരെ ട്രിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഗവൺമെന്റ് സംവിധാനമാണ്. അല്ലാതെ ബസ്സുകാർക്ക് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓടില്ല. ഒരു സമയത്ത്, അതായത് നമുക്ക് പലപ്പോഴും ഞാൻ കാണാറുണ്ട്, 1 മിനിറ്റിൽ 3 ബസ്സൊക്കെ പലപ്പോഴും പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. 1 മിനിറ്റിൽ 3 ബസ്സൊക്കെ, ചിലപ്പോ 10-15 മിനിറ്റ് ഒന്നും ബസ്സുകൾ വരില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവര് മത്സരിച്ച് എത്താൻ വേണ്ടിയിട്ടും ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ടും ആ സമയത്തിന് എത്താൻ വേണ്ടിയിട്ടും അങ്ങനെ സ്പീഡിൽ പോകുന്നു. അതായത് ഇപ്പോ അത്ര അവരുടെ സ്വന്തം ആ സമയത്തിന് ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തിയില്ലെങ്കിൽ പുറകെ വരുന്ന ബസ്സുകാർ ചീത്തയും കേൾക്കേണ്ടി വരും, അവരായിട്ട് തല്ലും ബഹളം ഉണ്ടാവും. കളക്ഷൻ ഒട്ടും കുറയാൻ പാടില്ല. അപ്പോ ഈ അമിത വേഗത്തിലേക്ക് ഇവരെ ആദ്യം തള്ളിവിടുന്നത് ഇവർക്ക് ഈ പെർമിറ്റ് കൊടുക്കുന്ന ആൾക്കാരും ഈ ടൈം നിശ്ചയിക്കുന്ന ആ വിഭാഗം, നമുക്കറിയാലോ, ആർടി ഓഫീസ് കാര്യങ്ങൾ, ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവരാണ് ആ ടൈം നിശ്ചയിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ആദ്യം ഇവര് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ മിനിറ്റിലുള്ള ഈ ബസ്സിന്റെ വരവ് ആ സമയത്തില് ഒരു മാറ്റം വരുത്തണം. അത് മൊത്തം പൊളിച്ചടക്കി മാറ്റം വരുത്തണം. 1 മിനിറ്റിൽ 3 ബസ്സൊക്കെ പോകാന്ന് പറഞ്ഞാൽ അതൊന്നും നടപടിയാവണ കാര്യമൊന്നുമല്ല. ചിലപ്പോൾ 3 മിനിറ്റ് കൂടുമ്പോൾ ഒരു ബസ്സായിരിക്കാം, ചിലപ്പോൾ 5 മിനിറ്റ് ഒരു ബസ്സായിരിക്കും. പക്ഷെ അതൊക്കെ ഗ്യാപ്പിട്ട് ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒരു ബസ്, അല്ലെ 15 മിനിറ്റ് കൂടുമ്പോൾ ഒരു ബസ്, ആ രീതിയിൽ ആക്കി അതിനെ നിയമത്തിലേക്ക് അത് സെറ്റാക്കി കൊണ്ടുവരണം.
അപ്പൊ തന്നെ ഇവിടെ ഈ മത്സരോട്ടം കുറെയൊക്കെ കുറയും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരിച്ച് ഓടാൻ പറ്റുന്ന റോഡല്ല ഈ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ റോഡ്. ഇപ്പോൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ട് ഫുള്ള് ടാറിങ് കുത്തിപ്പൊളിച്ച് കോൺക്രീറ്റിന്റെ പണി നടക്കുക. കുറെ കാലങ്ങളെ പണി നടക്കണേ, എവിടെയും എങ്ങും എത്താത്ത രീതിയിലാണ് പണി നടക്കണേ. പണി തുടങ്ങിയ കാലം തൊട്ട് പല പല പ്രശ്നങ്ങളും പല വണ്ടികളായിട്ടും കൂടുതലും ബസ്സുകാരായിട്ട് തന്നെയാണ്, ബസ്സുകാരും നാട്ടുകാരൊക്കെ ആയിട്ട് പല പല പ്രശ്നം നടക്കുന്നുണ്ട് ഈ റോഡ് പണി തുടങ്ങിയ പിന്നെ. അതിന് പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ നമ്മൾ പോകുന്ന റോഡ് ഉച്ചയാകുമ്പോഴേക്കും ക്ലോസ് ആയിട്ടുണ്ടാവും. റോഡ് ക്ലോസറിനും ബോർഡും വെച്ച് ഒരു ആരന്മാർക്കും വെച്ചിട്ട് അങ്ങോട്ട് തിരിച്ചുവിടാണ്. ഉള്ളേരിയയിൽ കുറെ കറങ്ങി തിരിഞ്ഞൊക്കെ പറഞ്ഞൊക്കെയാണ് ബസ്സുകളും പോകുന്നത്, എല്ലാ വണ്ടികളും പോകുന്നത്. മിക്കതും വൺ വേ റോഡുകൾ തന്നെയാണ്. ഈ വൺ വേ റോഡുകളിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ റോങ് സൈഡ് വരുന്ന കാറുകാര്, ബൈക്കുകാര്, പലരും അവരായിട്ടൊക്കെ സ്ഥിരം നിരന്തരം വഴക്കാണ് ഈ ബസ്സുകാരൊക്കെ ആയിട്ട്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത ആരാണ്? ബസ്സുകാരാണോ നാട്ടുകാരാണോ? ഒരിക്കലല്ലോ. അതിന് സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ഈ ഗവൺമെന്റ് തന്നെയല്ലേ. കാരണം എന്താ, ഇവര് നിശ്ചിത സമയത്തിനുള്ളിൽ ആ റോഡ് പണി തീർക്കണ്ടേ? അത് തീർക്കാത്തത് ആരാണ്? ഗവൺമെന്റ് ആണ്. ഒരു വൺ വേ ഏർപ്പാടാക്കുന്നു, വേറെ വഴി കൂടെ തിരിച്ചുവിടുന്നു, ഒക്കെ ശരി. എല്ലാത്തിനും സഹകരിച്ച് പോകുന്നുണ്ട് ബസ്സുകാരായാലും സാധാരണ ആൾക്കാർ എല്ലാവരും. പക്ഷെ അത് നിശ്ചിത സമയത്തിന് പണി തീർക്കാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇതില് നാട്ടുകാരും വണ്ടിക്കാരും എല്ലാവരും കൂടെ തമ്മിൽ 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 തല്ല് പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഈ വക വിഷയത്തില്. പിന്നെ ഇതിലൊന്നും ഇപ്പൊ ഈ റോഡ് പണി നടക്കുന്നുണ്ട്, വീതി ഒന്നും എവിടെയും കൂടുന്നില്ല. ചെറുതായിട്ടൊരു വീതി കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും വണ്ടികൾക്ക് പോകാൻ പറ്റുന്ന വീതിയല്ല. രണ്ട് സൈഡിൽ ഇന്റർലോക്ക് വിരിച്ചിട്ട് ആൾക്കാർക്ക് നടന്നു പോകാൻ തരത്തിലാണ് അതിന് വീതി കൂട്ടിക്കണേ. അപ്പൊ ഇതൊരു കാലങ്ങളായിട്ട്, ഞാനൊരു 10-35 കൊല്ലമായിട്ട് കാണുന്ന അതേ വീതി കൂടെ തന്നെയാണ് ഇപ്പൊ പുതിയ കോൺക്രീറ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ്, അതായത് രണ്ട് ബസ് അവിടുന്ന് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ റോഡ് നിറഞ്ഞു, സ്ഥലമില്ല. മറ്റുള്ള ടൂ വീലർകാർക്കും മറ്റാൾക്കാർക്കും പോകാണ്ട് സ്ഥലമില്ല. അപ്പൊ ഓൾറെഡി ബസ് ഓവർ സ്പീഡാണ്. കാരണം അവരുടെ സമയത്തിന് കൂടെ എത്താൻ വേണ്ടിയിട്ട് ആ ഓവർ സ്പീഡിൽ സ്ഥലമില്ലാത്ത ഈ ഇടുങ്ങിയ വഴി കൂടെ പോവാണ്. അപ്പൊ പിന്നെ അപകടങ്ങൾ നടക്കാണ്ടിരിക്കുമോ? ഉറപ്പായിട്ട് നടക്കും. ഒന്നാമത് സ്പീഡാണ്, പിന്നെ സ്ഥലമില്ല. അപ്പോ ഈ സ്പീഡ് കൂടാനും ഈ ആക്കിയത് ആരാണ്? നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളാണ്. അവരാണ് അതിൽ ശരിയാക്കേണ്ടത്. ഇവർക്ക് ഈ റോഡ് പണിതപ്പോ ഒരു വീതി കൂട്ടി പണിയായിരുന്നില്ലേ? ചെയ്തില്ലല്ലോ. ശരിക്കും ഇത് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റൂട്ടാണ്, സ്റ്റേറ്റ് ഹൈവേ ആണ്. ഇവരെന്തുകൊണ്ട് വീതി കൂട്ടിയില്ല? വീതി കൂട്ടാണ്ട് ഇവര് അതേ വീതി തന്നെ, അല്ലെങ്കിൽ കുറച്ച് മാത്രം വീതി കൂട്ടിയിട്ട് ആണ് ചെയ്തേക്കണേ. ഇപ്പൊ രണ്ട് സൈഡിൽ ഇന്റർലോക്ക് ഇട്ടിട്ട് നടപ്പാത പോലെ പണിതിട്ടുണ്ട്. അതിന് പകരം അവർക്ക് അത്രയും റോഡ് ആക്കായിരുന്നില്ലേ? ഈ നടപ്പാത കൂടെ ആരാ നടക്കാൻ പോണത്? നടക്കുമായിരിക്കാം, ചിലപ്പോൾ കുറെ സ്കൂട്ടറൊക്കെ വെക്കുകയായിരിക്കും. പക്ഷെ ആവശ്യം വേണ്ടത് റോഡാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു നാട് നന്നാവുന്നത് അവിടുത്തെ റോഡുകൾ നന്നാവുമ്പോഴാണ്, അല്ലാതെ റോഡ് തോടാവുമ്പോഴല്ല. ഇപ്പോ മഴക്കാലാണ്, എല്ലാ റോഡിലും വെള്ളമാണ്. ഇപ്പൊ വൺ വേ പോലെ കിടക്കുന്ന പല സ്ഥലങ്ങളിലും ആ കരുവന്നൂര് ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളമാണ്. ഒരു സൈഡൊക്കെ ഫുള്ള് വെള്ളമാണ്. മഴയാണ്. മഴ പെയ്യുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മഴേനെ ആർക്കും തടുത്തു നിർക്കാൻ പറ്റില്ല. പക്ഷെ മഴയ്ക്ക് മുമ്പ് ഈ പണികൾ തീർക്കലാണ് ചെയ്യേണ്ടത്. ഇവർക്കറിയാലോ ഇത്രത്ര മാസം മഴയാണ് കേരളത്തില്, അതിനു മുന്നേ ഇത്രത്ര പണികൾ തീർക്കണം. എന്തുകൊണ്ട് തീർക്കുന്നില്ല? അതിനാരാണ് ഉത്തരവാദി? ഗവൺമെന്റ് സംവിധാനങ്ങളല്ലേ. അതെന്തുകൊണ്ട് തീർക്കുന്നില്ല? പല റോഡുകളും തോടാണ്. ആൾക്കാർക്ക്, ടൂ വീലർകാർക്ക് പോകാനും സാധിക്കാത്ത തരത്തിലാണ് ഇത് ഇതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒന്നാമത് റോഡില്ല, ഉള്ള റോഡില് വെള്ളക്കെട്ടും പ്രശ്നങ്ങളും ചെളിയും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതിൽ കൂടെ കിടന്ന് ഈ ബസ്സിന്റെ സ്പീഡും എല്ലാം കൂടെ വരുമ്പോ നാട്ടുകാരാകെ പ്രാന്തർത്തിരിക്കുകയാണ്. നാട്ടുകാരും കടക്കാരും ആ പ്രാന്തർത്തിരിക്കുകയാണ്. അപ്പോ ഇതിപ്പോ തമ്മിൽ തല്ലി നടക്കുന്നത് ബസ്സുകാരും നാട്ടുകാരും തമ്മിലാണ്, അല്ലെങ്കിൽ മറ്റുള്ള വണ്ടിക്കാരും നാട്ടുകാരും തമ്മിലാണ്. ശരിക്കും ഗവൺമെന്റ് അല്ലെങ്കിൽ അധികാരികള് അവര് തമ്മിൽ അടിച്ച് ചത്തോട്ടെ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ വിചാരിച്ചിട്ടല്ലേ ഇവര് ഇതിനെ അടിച്ചു വിട്ടക്കണേ. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ എവിടുന്നാണ് ഇതിന്റെയൊക്കെ ഉത്ഭവം? ബസ്സുകാർ സ്പീഡിൽ പോകുന്നു, അത് സത്യമാണ്. അവർ ഓവർ സ്പീഡാണ്. ആൾക്കാരെ കൊല്ലാവുന്ന തരത്തിലാണ് അവർ വണ്ടി ഓടിക്കുന്നത്. പക്ഷെ അവർക്കും കുടുംബമുണ്ട്, അവർക്കും ജീവനുണ്ട്, അവരുടെ സമയത്തിനും വിലയുണ്ട്. എന്നിട്ടും അവര് ഈ ഇത്രയും റിസ്ക് പിടിച്ച പണി ചെയ്യണത് ഓരോരുത്തർക്കും ഓരോ തൊഴിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മുടെ നാട്ടില്, അല്ലെങ്കിൽ ഈ കേരളത്തില്, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഈ തൃശ്ശൂർ റൂട്ടില് ഇതാണ് നടക്കുന്ന കണ്ടീഷൻ, അവസ്ഥ. അയാളുടെ ബസ്സുകാരൻ മാത്രം അല്ലെങ്കിൽ മറ്റുള്ള കാറുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ വാഹനങ്ങളും ആക്സിഡന്റ് നടക്കുന്നുണ്ട്, ബസ് മാത്രമല്ല. പക്ഷെ ബസ് ആക്സിഡന്റ് നടക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് പബ്ലിസിറ്റി കൂടും, കുറച്ച് ന്യൂസ് ഒക്കെ വരും. അങ്ങനെയാണ് എന്റെ ബസ്സിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഇപ്പൊ ഈ അടുത്ത് ചൊവ്വൂര് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ബസ് ഇടിച്ച് കയറി, ഒരു ഓർഡിനറി ബസ് ഇടിച്ച് കയറി. ഇപ്പൊ നിങ്ങളൊക്കെ ആ വാർത്ത കണ്ടിട്ടുണ്ടായിരിക്കും.
അപ്പോ അതിനകത്ത് സംഭവിച്ച കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതിനു മുന്നും ബസ് ഇടിച്ചിട്ടുണ്ട്. ഇതേ ബസ് സ്റ്റോപ്പിന്റെ അവിടെ തന്നെ ഇതിനു മുന്നും ബസ് ഇടിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ റോഡിന്റെ എന്തെങ്കിലും അശാസ്ത്രീയപരമായിട്ടുള്ള നിർമ്മാണത്തിൽ സംഭവിക്കുകയോ എന്തോ ചിലപ്പോൾ ബസ് ബ്രേക്ക് പോവുകയോ എന്തോ ആയിരിക്കാം. അപ്പൊ അതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ബസ് ഇടിച്ച് ബസ് സ്റ്റോപ്പിൽ കയറി ഉടനെ തന്നെ ആ ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അപ്പോ എന്തായാലും ഇപ്പൊ ആ ഡ്രൈവർ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല, കാരണം അദ്ദേഹം റിമാൻഡിലാണെന്നാണ് എന്റെ ഒരു അറിവ്. അപ്പോ മറ്റുള്ള ഡ്രൈവർ ചേട്ടന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഓടുന്നത് എന്താണെന്ന് എനിക്കറിയാം. കാരണം ഒരു പക്ഷേ നാട്ടുകാരൊക്കെ കൂടെ നിങ്ങളെ തല്ലാം, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ചൂടാവാം. അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പോഴൊന്നും ഇല്ല. ഇപ്പോഴത്തെ ആൾക്കാർക്ക് വിവരമുണ്ട്. കാരണം മോട്ടറിലും നട്ടിലും ബോട്ടിലൊക്കെ ഓടുന്ന ഒരു വാഹനമാണ് ഈ ബസ് എന്ന് എല്ലാവർക്കും അറിയാം. ബ്രേക്ക് പോവാം, ചിലപ്പോൾ ഉറങ്ങിപ്പോവാം, ബ്രേക്ക് പിടിക്കുമ്പോൾ ചവിട്ടുമ്പോൾ കിട്ടാതിരിക്കാം, പലതും സംഭവിക്കാം, തെന്നിപ്പോവാം. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ബസ് ഇടിച്ച് നിങ്ങൾ ഓടിപ്പോവരുത്. ആ ബസ് സ്റ്റോപ്പിലുള്ള ഇപ്പൊ ആ വീഡിയോ നമുക്ക് കാണാം, പെൺകുട്ടികളൊക്കെ തെറിച്ച് പോവാണ് അവിടുന്ന്, ഓടിപ്പോവാണ്, തെറിച്ച് പോവാണ്, പേടിച്ച് ഭയം കൊണ്ടൊക്കെ പോവാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, അവർക്ക് ജീവനുണ്ട്, അവരെ നിങ്ങൾ രക്ഷിക്കാൻ നോക്കാം. ഓൾറെഡി നിങ്ങളെ ബസ് ഇടിച്ചു പോട്ടെ, അതിന്റെ ശരിയോ തെറ്റൊന്ന് പിന്നെ കണ്ടുപിടിക്കാം. അവരെ നിങ്ങൾ രക്ഷിക്കാൻ നോക്കുക ചെയ്യേണ്ടത്. ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയൊക്കെ നിങ്ങളുടെ വീട്ടിലാരും നിങ്ങളുടെ മക്കളൊക്കെ ആ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നെങ്കിലോ നിങ്ങൾ അങ്ങനെ ഓടിപ്പോവോ? നിങ്ങൾ ഒരിക്കലും ഓടിപ്പോവില്ല, നിങ്ങൾ അവരെ രക്ഷിക്കാൻ നോക്കും, തെറ്റ് നിങ്ങളുടെ ഭാഗത്തായാലും. അപ്പോ ബസ് ഓടിക്കുന്ന ചേട്ടന്മാർ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഓടിപ്പോണ്ട. നിങ്ങളെ ആരും ഒന്നും ചെയ്യുക, അതൊക്കെ പണ്ട് കാലത്തായിരുന്നു. നിങ്ങൾ അതിന് രക്ഷിക്കാൻ പറ്റാവും, നിങ്ങളെ കൊണ്ടാവുന്ന സഹായം ചെയ്യാം. ശരി തെറ്റൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. പിന്നെ ഇരിഞ്ഞാലക്കുട സംബന്ധിച്ചിട്ട്, ഇരിഞ്ഞാലക്കുടയിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും സിവിൽ സ്റ്റേഷനിൽ പോകുന്നത്, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ LIC ഓഫീസിന് മുന്നിലൊക്കെ തോടാണ്. അതുപോലെ ചെമ്പകശ്ശേരിയുടെ റോഡ്, ഇതൊക്കെ തോട് പോലെ കിടക്കാണ്, ഫുള്ള് വെള്ളമാണ്. ഇതൊക്കെ എന്താണിത്? നമ്മളുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു ടീച്ചർ സ്ഥിരം പോകുന്ന വഴികളാണ് ഇതൊക്കെ. 18 നമ്പർ ഇന്നോവ ക്രിസ്റ്റയാണ്, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സ്ഥിരം അവർ സഞ്ചരിക്കുന്ന ഒരു റോഡാണത്. അത് തന്നെ നമുക്കൊരു MP ഉണ്ട്, ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറ്. ഇവരൊക്കെ ഇടയ്ക്കിടെ പോകുന്ന വഴികളാണ് ഈ വഴികളൊക്കെ. ഇവരൊന്നും അത് കാണുന്നില്ല എന്നാണ് ചിന്തിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാവണില്ല. ഇവരൊക്കെ ഒരു MP ഉണ്ട്, ഒരു മന്ത്രി ഉണ്ട്, പക്ഷെ ഇവരൊന്നും ഇതിലത് കാര്യമായിട്ട് ഇടപെടുന്നില്ല. മനസ്സിലായോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂർ MG റോഡ്, തൃശ്ശൂരിന്റെ പ്രധാനപ്പെട്ട റോഡാണ് MG റോഡ്. അവിടെ ഒരു കുഴിയില് ഒരു പയ്യൻ സ്കൂട്ടർ വെട്ടിച്ചിട്ട്, 22 വയസ്സുള്ള പയ്യൻ അമ്മയും മോനൊത്ത് അമ്പലത്തിൽ പോവായിരുന്നു. ആ കുഴിയില് സ്കൂട്ടർ വെട്ടിച്ചിട്ട് അങ്ങോട്ട് മറികടന്ന് അങ്ങോട്ട് പോയപ്പോഴേക്കും ബസ് വന്നിടിച്ചു, പയ്യൻ മരിക്കുകയുണ്ടായത്. എന്നിട്ട് അതിന്റെ പിന്നാലെ അതിന് സമരം ചെയ്യാനും അവിടെ കിടന്ന് കുറെ ഷോ കാണിക്കാനും കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അവിടെ കിടന്ന് അവർ സമരം ചെയ്ത ആൾക്കാരെല്ലാവരും ഇവർക്ക് ഈ അധികാരത്തിന്റെ ഓരോ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ്. ഇവർ ഈ കുഴി അപ്പോഴാണ് കണ്ടത്. ഇവർ ഈ കുഴി ഇതിനു മുന്നേ കണ്ടില്ലേ? ഇവരെന്തുകൊണ്ട് ഈ പയ്യൻ മരിക്കുന്നത് വരെ അതിന് വേണ്ടിയിട്ട് എന്തിന് ആ സമയത്ത് എന്തിനാ സമരം ചെയ്യാൻ പോയത്? ഇവർക്ക് അതിന് മുന്നേ കുഴി അടച്ചൂടെ? അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തം പോകരുന്ന് പൈസ എടുത്തിട്ട് കുറച്ച് സിമെന്റും മെറ്റലൊക്കെ മേടിച്ചിട്ട് താൽക്കാലികമായിട്ട് അടച്ചൂടെ? ചെയ്യണില്ലല്ലോ, ആരും ചെയ്യില്ല. അപ്പോ ഈ സമരം ചെയ്യുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് മറ്റുള്ള പാർട്ടിക്കാരെ ഒന്ന് ഇത് കാണിച്ചു കൊടുക്കണം, അത്ര തന്നെ. അവിടെ ഒരു കിട്ടിയ സമയം അവർ മുതലെടുക്കുന്നു. അല്ലാതെ ആ പയ്യനോടോ അല്ലെങ്കിൽ നമ്മളോടോ ഒരു സാമൂഹ്യ സേവനം ഒന്നുമല്ല. മനസ്സിലായോ? അത് ഷോ, അത്രേ ഉള്ളൂ. അവർക്ക് അതിന് മുന്നേ കുഴി അടയ്ക്കായിരുന്നല്ലോ, ഇല്ലേ? എന്നിട്ട് അവര് ഓരോരുത്തരെ തലയിൽ വെച്ച് കെട്ടി അവരങ്ങോട്ട് ആക്കി പോവാണ്. ചാനലുകാർക്കാണെങ്കിൽ ഓരോ വാർത്തകളും 1-2 ദിവസം കഴിഞ്ഞാൽ ആ വാർത്ത അങ്ങോട്ട് കഴിയും, അവർക്ക് അപ്പോഴേക്ക് അടുത്ത ന്യൂസ് ഇട്ട് അതിന്റെ പിന്നാലെ പോകും. അപ്പോ ഇതൊക്കെ ഉത്തരവാദികൾ ആരാണ്? ഇപ്പൊ തൃശ്ശൂർ റൂട്ടിലെ കോൺക്രീറ്റിന്റെ പണി നടക്കുന്നത് കുറെ കാലങ്ങളായി. എനിക്കറിയില്ല, ഏകദേശം 1-2 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടാവും. അന്ന് തൊട്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഈ ബസ് ഇടികളും, ഈ ദിവസം എന്ന് പറയുന്ന പോലെ ഒരു ബസ്സെങ്കിലും ഇടിക്കാതെയോ അല്ലെങ്കിൽ ഒരു വഴക്കില്ലാണ്ടോ ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിന്റെ ഒരു എല്ലാ ബസ്സുകളിലെയും അവസ്ഥകളൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോ അതിനൊക്കെ ആരാണ് ഇതിന്റെയൊക്കെ ഉത്തരവാദികള്? ഇപ്പൊ ഈ കോൺക്രീറ്റിന്റെ പണി തന്നെ, ഇപ്പോ അതിന്റെ പണി കൊണ്ട് തന്നെ കുറെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോ ഒന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം, ഒരു 2-3 മാസത്തേക്ക് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ആ പ്രധാന റോഡ്, സ്റ്റേറ്റ് ഹൈവേ ഫുൾ അടച്ചിട്ടോട്ടെ. ബസ്സുകൾ ഓടണ്ട, മറ്റുള്ള വാഹനങ്ങൾ ഒന്നും ഓടണ്ട, വേറെ വഴി കൂടെ ഒക്കെ പൊക്കോളും. ബസ്സുകൾ തീർത്ത് ഓടണ്ട. 2 മാസം ഓടില്ല വെച്ചിട്ട് അവർക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, കാരണം ഒരു വരുമാനം പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ. പക്ഷെ ഈ 1-2 മാസം കൊണ്ട് ഫുള്ള് പണി തീർക്കട്ടെ. കൂർക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂര് പുല്ലൂറ്റ് പാലം വരെ ഫുള്ള് പണി ഒരു 2 മാസം കൊണ്ട് തീർക്കട്ടെ.
അതിനുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ ഇപ്പൊ നമ്മുടെ ഈ ആധുനിക കാലത്തുണ്ട്. എത്ര ടെക്നോളജി ഒക്കെ ഒരുപാട് വർദ്ധിച്ചു വലുതായില്ലേ. ഒരു 2 മാസം ഫുള്ള് റോഡ് അടച്ചിടുക, ഫുള്ള് പണി തീർക്കുക, അതല്ലേ ചെയ്യേണ്ടിരുന്നേ. ഇത് കുറച്ച് സ്ഥലത്ത് പണിയും, അവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്യും, അപ്പുറത്ത് വരുമ്പോ ഒരു പാലം പണിയും, പിന്നെ അവിടെ ക്ലോസ് ചെയ്യും, അപ്പൊ അപ്പുറത്ത് വേറെ വഴി. ഇതന്നെയാണ് നടന്നുകൊണ്ടിരിക്കണേ. ബസ്സുകാർക്കും ഭ്രാന്തായി, നാട്ടുകാർക്കും ഭ്രാന്തായി, എല്ലാവരും തമ്മിലടിയും പ്രശ്നങ്ങളാണ്. ഇതിൽ ശക്തമായിട്ട് ഗവൺമെന്റ് ഇടപെടണം. ഗവൺമെന്റ് ഇടപെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇടപെടല്ല, കാര്യമായിട്ട് ഇടപെടണം. ഓരോ റോഡും തോടുകളാണ്, അതാണ് അവസ്ഥ. ടൂലുകാരൊക്കെ ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോ നമ്മൾ സ്കൂളൊക്കെ തുറന്ന സമയങ്ങളിൽ ഒരുപാട് ലേഡീസുകൾ അവരെ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ടൈമുകളും എല്ലാ വഴികളും പ്രശ്നത്തിൽ തന്നെയാണ്. വെള്ളക്കെട്ടാണ് മുഴുവൻ എല്ലായിടത്തും. അപ്പോൾ ഇത് റെഡിയാക്കേണ്ടത് ഗവൺമെന്റ് തന്നെയാണ്, അല്ലാതെ നാട്ടുകാരും ബസ്സുകാരും തമ്മിൽ തല്ലിക്കോട്ടെ എന്നല്ല. നിങ്ങൾ നേരിട്ട് ഇടപെട്ടിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരാളൊരു കുറ്റം ചെയ്തു, ആ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആളും കുറ്റവാളി തന്നെയല്ലേ. ഇവിടെ ഇപ്പൊ അതല്ല നടക്കണേ. ബസ്സുകാർ ഇങ്ങനെ ഓവർ സ്പീഡിൽ വിടാനും അല്ലെങ്കിൽ ഇടിക്കാൻ പാകത്തിൽ പോവാൻ ഇതൊക്കെ ആക്കുന്നവരാണ്. നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ മാറ്റണം. പിന്നെ റോഡുകളുടെ പണി തീർക്കണം. ഇപ്പൊ മഴക്കാലമാണ്, ഇനിയിപ്പോ ഒരു പണിയും നടക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ എവിടെയും പണി കാണാനില്ല. അപ്പൊ ഇത് മഴ പെയ്യും, കേരളത്തിൽ ഇത്ര മാസം മഴയാവും, ശക്തമായ മഴ ഉണ്ടാവും, എല്ലാം അറിയാവുന്ന സംവിധാനങ്ങൾ നമുക്ക് ഉണ്ട്. എന്നിട്ടും ഇവർ ഈ പണികള് മഴയ്ക്ക് പിന്നെ തീർക്കണില്ലല്ലോ. 1-2 മാസം റോഡ് അടച്ചിട്ട് ഫുള്ള് തീർത്തോ? അതും ചെയ്യണില്ല. അവിടെ കുറച്ച് പണിയും ഇവിടെ കുറച്ച് പണിയും, നാട്ടുകാർ തമ്മിൽ എന്തും പ്രശ്നങ്ങളും ബസ്സിടികളും. ടൂലുകാർക്കൊന്നും പോകാൻ പറ്റാത്ത കണ്ടീഷനാണ്. ചില കാറുകാരൊക്കെ ഒതുങ്ങി മതിലിനും കൂടെ ചേർന്നിട്ടൊക്കെ പോണേ ബസ്സുകാരനെ കാണുമ്പോ. കാരണം എന്താ, അവർക്ക് ഓടിയെത്തണം, അവർക്ക് അവരുടെ കളക്ഷനിലേക്ക് എത്തണം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ടൈമിനുള്ളിൽ ഓടിയെത്തണം. അവർക്ക് നിശ്ചിത ടൈം കൊടുത്തിട്ടുണ്ട്, ആ ടൈമിനുള്ളിൽ ബസ് സ്റ്റാൻഡിലേക്ക് കയറണം, ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങണം. ഓരോ സ്റ്റോപ്പിലും ഓരോ ഇതാ വേണ്ടത്. പിന്നെ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ റൂട്ടിലെ ലിമിറ്റഡുകൾ ഒഴിവാക്കുക, എല്ലാം ഓർഡിനറി ആക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഉദാഹരണം ഇപ്പോ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഒരു അരമണിക്കൂറാണ് തൃശ്ശൂർക്ക് പണ്ടുണ്ടായെങ്കിൽ ഇപ്പൊ അരമണിക്കൂർ പോരാ, 1.5 മണിക്കൂറൊക്കെയാണ് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തൃശ്ശൂർക്ക് എത്തേണ്ട സമയം എന്ന് പറഞ്ഞത്. കാരണം എന്താ, വഴി മുഴുവൻ ബ്ലോക്കാണ്. നമ്മൾ ഒരു വഴി കൂടെ ചെന്ന് അടുത്ത വഴി ചെല്ലുമ്പോൾ അവിടെ ബ്ലോക്ക്, ഇപ്പുറത്ത് ബ്ലോക്ക്, അപ്പുറത്ത് ബ്ലോക്ക്. അപ്പൊ ഇതൊക്കെ മാറ്റണം ആദ്യം തന്നെ. അത് മാറ്റണമെങ്കിൽ ഗവൺമെന്റ് തന്നെ വിചാരിക്കണം. ഇതിപ്പോ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ മാത്രം വിഷയമല്ല. പക്ഷെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കാൻ കാരണം റോഡിന്റെ വീതി കുറവും ഈ പണികൾ നടക്കലും ഈ സമയക്രമത്തിന് ബസ്സുകൾക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ട് ഉള്ള ഈ മരണപ്പാച്ചിലും ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കാരണങ്ങൾ. അപ്പോ നമ്മളുടെ മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ മറ്റുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളും എല്ലാവരും ഇതിൽ തുനിഞ്ഞിറങ്ങി ഒറ്റ കൈയായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അപകടം പോലും, അതായത് ഒരു ബസ് അപകടം പോലും നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഉണ്ടാവില്ല. ഇതിപ്പോ ഡെയിലി എന്നോണം ഒരു ബസ് എന്തായാലും ഇടിക്കുന്നുണ്ട്, ചെറുതോ വലുതോ ആയിട്ടുള്ള അപകടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാനിപ്പോ വീഡിയോ ചെയ്യണത് തന്നെ സഹികെട്ടിട്ടും ഗതികെട്ടിട്ടുമാണ്. ആരോട് പോയി പറയാൻ നമ്മളുടെ ഒരു ഇന്നതാണ് ഇതിന്റെ പ്രശ്നം, ഇതൊന്നും ആർക്കും അറിയാഞ്ഞിട്ടൊന്നല്ല, ഇത് ആര് ഇടപെട്ട് ചെയ്യണില്ല എന്നുള്ളതാണ്. അപ്പോ ഗതികെട്ടിട്ടും സഹികെട്ടിട്ടാണ് ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്.